എല്ലാവരും വിശേഷമൊക്കെയല്ലേ. അപ്പം ഇന്ന് നമ്മൾ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പ്രിപ്പറേഷനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കണേ. അപ്പം ഇന്നത്തെ ഡിഷ് മന്തിയും പിന്നെ ചിക്കന് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു ചിക്കന് 2 പീസാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ബൗളിൽ മാഗിയും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഗരം മസാല 1/2 ടീസ്പൂണ്, മുളക് 1/2 ടീസ്പൂണും പിന്നെ തൈര് 1/2 ടീസ്പൂണ്. ഉപ്പ് കുറച്ചിട്ടാൽ മതി, ബിക്കോസ് നമ്മൾ ആ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടായല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ് മതി. എന്നിട്ടൊരു 1/2 ടീസ്പൂണ് പെപ്പറും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ആ മാഗി ക്യൂബ് നല്ല അങ്ങോട്ട് മെൽറ്റ് ആവണം. അപ്പോൾ നിങ്ങൾ നല്ല മിക്സ് ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ്റെ മുകളിലത് ആ മസാല ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അത് 2 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ 2 പീസുകളുടെ മുകളിൽ നല്ല ഓയിൽ തേച്ച് കൊടുക്കണം. നമ്മളുടെ 2 പീസ് ചിക്കന് ഇതിനുള്ളിൽ വെച്ചെടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഫ്രൈ ചെയ്യുക. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഓയിലിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ റെഡി ആക്കണം. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. ഇതിന് വേണ്ടിയുള്ള ചോറും കൂടി നമ്മൾ ഉണ്ടാക്കേണ്ടത് തോന്നുന്നു. അപ്പം മന്തി ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ ഇത് അതിന് വേണ്ടിയുള്ള അരി സോക്ക് ചെയ്ത് വെച്ചിക്കണ്. അപ്പോൾ 3 ടൊമാറ്റോ നമ്മൾ മിക്സി വെച്ചിട്ട് നല്ല അരക്കുക. ഇതാ ഒരു പാൻ ഇവിടെ വെച്ചിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓയിലും പിന്നെ ഉള്ളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ പട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരച്ച ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നല്ല മിക്സ് ചെയ്തിട്ട് 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. ഗരം മസാല 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ലെമണിൻ്റെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക്. ഇത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് മൂടി വെക്കുക. മന്തി റെഡി ആയിക്കണം. അപ്പോൾ അവിടെ ഇരിക്കണ നമ്മൾ സമൂസാൻ്റെ മസാലയാണ്. നമ്മൾ പച്ചമുളക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ചിക്കൻ റെഡി ആയിക്കണ്. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ഇതായിരുന്നു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ഇനി അടുത്ത നമ്മൾ മുട്ടയിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അടിപൊളി മസാലയായിരുന്നു. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ചെറിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞാൽ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ല അതിൻ്റെ ഉള്ളിലേക്ക് മല്ലിയില പിന്നെ കറി ലീവ്സും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് അത് നല്ല മിക്സ് ചെയ്യുക. ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുക. പെപ്പർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും അത് ഓരോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര നിങ്ങൾക്ക് ഇടാം. നമ്മൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മുട്ട ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ യോക്ക് എടുത്തിട്ട് നല്ല സ്മാഷ് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ല മിക്സ് ചെയ്തിട്ട് ഉപ്പും കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എഗ് യോക്കും ഇത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനാവശ്യം വേണ്ടിയിട്ടൊരു ബാറ്ററും കൂടി റെഡിയാക്കാറുണ്ട്. അതിന് കുറച്ച് മൈദപ്പൊടി, കടലമാവ്, ഉപ്പ്, മുളക് പൊടി, കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അത് നല്ല തിക്കായിട്ട് വരും. ആ ബാറ്ററിനുള്ളിലാണ് നമ്മൾ ഈ
എഗ്ഗ് മുക്കി ചെയ്തിട്ട് കുക്ക് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മളെ മസാല പിന്നെ ഈ എഗ്ഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ആ യോക്ക് ഇരുന്ന സ്ഥലത്തിനുള്ളിലേക്ക് നമ്മൾ അത് തേച്ച് കൊടുത്തിട്ട് ഇനി നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇത് മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ കൈയേറ്റോ അതോ സ്പൂണേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ ബാറ്ററിനുള്ളിലേക്ക് മുക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സ് പിന്നെയും ചെയ്താൽ ഫുൾ കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ ബാറ്ററിനുള്ളിലേക്ക് നമ്മൾ മുക്കി കൊടുത്തിട്ട് അപ്പോൾ അത് നല്ല മുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. ഇനി നമ്മൾ പാനിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കുറേ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. നിങ്ങൾ എല്ലാവരെയും കൂടി ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അസ്സലാമു അലൈക്കും.